ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു ക്രിയേറ്ററുടെയും ആഗ്രഹമായിരിക്കും അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കായി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് നല്ല വ്യൂസ് വരിക എന്നുള്ളത്. മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ നല്ല വ്യൂസ് വരുമ്പോഴാണ് അവരുടെ റവന്യൂ കൂടുന്നത്, അതുപോലെ ആ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആകുന്നത്. അതുപോലെ മോണിറ്റൈസേഷൻ ആവാത്തവർക്കാണെങ്കിൽ വ്യൂസ് കൂടുമ്പോഴാണ് അവർക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആകുന്നത്, അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നത്. അപ്പോൾ ഏതൊരു ക്രിയേറ്ററുടെയും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് അവരുടെ വീഡിയോക്ക് നല്ല വ്യൂസ് വരിക എന്നുള്ളതാണ്. എന്നാൽ മിക്ക ക്രിയേറ്റേഴ്സും നേരിടുന്നൊരു പ്രോബ്ലം എന്നുള്ളത് അവരിടുന്ന വീഡിയോക്ക് വ്യൂസ് വരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ന്യൂ യൂട്യൂബേഴ്സിനായിരിക്കും ഈ ഒരു വീഡിയോ കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത്. കാരണം കുറേ യൂട്യൂബേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റേഴ്സ് അറിയുന്നവരുണ്ടായിരിക്കും, ഒരുപാട് ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചാനൽ നിങ്ങൾ അതിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, 1000 പേര് സബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വീഡിയോ ഇടുമ്പോൾ ഒരു ആത്മവിശ്വാസമാണ്. ഇപ്പം എനിക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ സബ്സ്ക്രൈബ് കൗണ്ട് കുറവായതുകൊണ്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മടിയാണ്. കാരണം ഒരു വീഡിയോ ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നോക്കുമ്പോൾ സബ് കുറവല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ കാണില്ല. അതുപോലെ സബ്സ്ക്രൈബ് കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഈ രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിലവർ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു 1000 സബ്സ്ക്രൈബ് നേടിത്തരികയാണെങ്കിൽ പിന്നെ ഞാനിടുന്ന വീഡിയോക്ക് വ്യൂസ് വരും, അപ്പോൾ സ്വാഭാവികമായിട്ടും മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇനി ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും, ആരെങ്കിലും ഒരു 1000 പേര് ഒറ്റയടിക്ക് വന്ന് നമ്മുടെ ചാനൽ അങ്ങ് സബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഫുൾഫിൽ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതൊക്കെ. ഈ രീതിയിൽ മാത്രമല്ല, നിങ്ങൾക്കറിയുമ്പോൾ താഴെ ഞാൻ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എൻക്വയറി എന്നുള്ളത് നിങ്ങൾ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സൊക്കെ പെയ്ഡായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സർവീസ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് 3500 അപ്പോൾ അടുത്ത വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ 500 വാച്ച് ടൈം മതി, അപ്പോൾ അത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളത് മോണിറ്റൈസേഷൻ ആയല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ലെങ്കിൽ 2500 3000 അപ്പോൾ 1000 വാച്ച് അവർ മാത്രം മതി, അത് നിങ്ങൾക്ക് പെയ്ഡായിട്ട് ചെയ്ത് തന്നൂടെ എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. അത് വലിയൊരു സഹായമാകും എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ആദ്യത്തെ ഒരു കാര്യം, ഒരു വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാച്ച് ടൈം മുഴുവൻ നഷ്ടപ്പെടുന്നതല്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീക്കിൽ ആഡ് ആകുമ്പോൾ 365 ദിവസത്തിന് മുമ്പുള്ള ഒരു വീക്കിൽ അത് മൈനസ് ആകും. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സമയമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു പ്രോബ്ലം നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു 1500 വാച്ച് ടൈം നമ്മൾ ഫേക്കായിട്ട് ഫേക്കല്ല, ഇനിയിപ്പോൾ ഓർഗാനിക്കായിട്ട് ആളുകൾ ഇരുന്ന് കാണുന്ന രീതിയിൽ ഉണ്ടാക്കി തന്നാലും അത് നിങ്ങൾ പറയുന്നത് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ചാനലിനെ സഹായിക്കില്ല, പകരം അതൊരു ഉപദ്രവമായിട്ടാണ് നിങ്ങൾക്ക് മാറുക. അതൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാവുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇവരെന്താണ് പറയുന്നത്, ഒരു 1000 വാച്ച് ടൈം ഉണ്ടാക്കി തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലെ അത് ഉപദ്രവമായി മാറും എന്നൊക്കെ പറയണം. സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ അതുകൊണ്ട് പറഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരു ഉപദ്രവമായിരുന്നു എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പെയ്ഡായിട്ടൊക്കെ എവിടെന്നെങ്കിലും സബ്സ്ക്രൈബേഴ്സിനെയോ വാച്ച് ടൈമൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക ഇപ്പം നിങ്ങളുടെ ചാനലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അവരുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കേട്ടിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പെയ്ഡായിട്ട് ഇനി വാച്ച് ടൈം സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കാൻ. കാരണം ഇത് കാണുന്ന ഭൂരിഭാഗം പേരും ന്യൂ യൂട്യൂബേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് വ്യൂസും വാച്ച് ടൈമൊക്കെ കുറവായിരിക്കും മിക്ക ക്രിയേറ്റേഴ്സിനും. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു റെമഡി ആയിരിക്കും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുക, അതിന് ശേഷം മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് പിറ്റേ ദിവസം മുതൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം, മാസം വരുമാനം നേടാം എന്നുള്ളത്.
അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇത്ര സമയം വീഡിയോ കണ്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെച്ചേക്കണേ. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു സിനിമ ചെയ്യുന്ന പോലെ കരുതുക. ഏതൊരു സിനിമ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഡയറക്ടറുടെ മനസ്സിലും അയാളുടെ ഒരു ആഗ്രഹം ഈ ഒരു സിനിമ 100 ദിവസം ഓടണം, അല്ലെങ്കിൽ 100 കോടി കളക്ട് ചെയ്യണം, അതിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും എല്ലാവരും സിനിമ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാമല്ലോ, മിക്ക സിനിമകളും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ സിനിമയുടെ ഉദാഹരണം പറയാൻ കാരണം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അത് കണക്റ്റ് ആകും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ നടൻ്റെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു സിനിമ റിലീസാവുകയാണ്. അപ്പോൾ നല്ലൊരു സിനിമയാണെന്ന് ആയിരിക്കും, ഡയറക്ടർ നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സിനിമ നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഷോ ഉണ്ടാകും. ആ ഒരു ആദ്യത്തെ ഷോയിൽ ആ പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ സിനിമയുടെ ഭാവി, അതിൻ്റെ റണ്ണിങ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്കറിയാമല്ലോ, ആദ്യ ഷോ കഴിഞ്ഞിട്ട് അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അങ്ങനെ മൈക്കൊക്കെ പിടിച്ചിട്ട് ഒരുപാട് വ്ളോഗേഴ്സ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിലൊരു മോശം അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ആ ഒരു സിനിമ വീണു എന്നുള്ളതാണ്. അത് ദിവസങ്ങൾക്കുള്ളിൽ 1-2 ദിവസം കഴിഞ്ഞാൽ ആ സിനിമ വാഷ് ഔട്ട് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല മറിച്ച് ആ ആദ്യ ഷോ കണ്ടവർ വളരെ നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത് എങ്കിൽ ആ ഒരു സിനിമ നല്ല രീതിയിൽ റണ്ണായിക്കൊണ്ടിരിക്കും, കളക്ഷനുകൾ നേടും. എനിക്ക് തോന്നുന്നു ആ ഒരു ആദ്യത്തെ ഒരു പ്രേക്ഷകർ എന്ന് പറയുന്നത് ഫാൻസ് ആയിരിക്കും. നമുക്കറിയാമല്ലോ, മിക്കതും സൂപ്പർ സ്റ്റാറുകളുടെ പടമാണെങ്കിൽ ഫാൻസ് ആയിരിക്കും. അപ്പോൾ ഒരു കലാമൂല്യമുള്ളൊരു സിനിമ വന്നു, അപ്പോൾ അത് ഒരിക്കലും ചിലപ്പോൾ ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തണമെന്നില്ല. ഫോർ എക്സാമ്പിളായിട്ട് പണ്ട് ദേവദൂതൻ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. നരസിംഹത്തിന് ശേഷം വരുന്നൊരു സിനിമ ആയതുകൊണ്ട് പ്രേക്ഷകർ, എസ്പെഷ്യലി ഫാൻസ്, പ്രതീക്ഷിച്ചത് നരസിംഹം പോലെയുള്ളൊരു മാസ് മൂവിയാണ്. പക്ഷേ ദേവദൂതൻ അത് മിക്കവരും കണ്ടിട്ടുണ്ടാകും. നല്ലൊരു ചിത്രമാണ്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണെന്ന് പറയാം. പക്ഷെ ആ ഒരു മൂവി അന്നത്തെ പ്രേക്ഷകർ കൈവിട്ടതാണ്. അതായത് ആ ആദ്യ ഷോ കണ്ട് ഇറങ്ങിയവരൊക്കെ നെറ്റി ചുളിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോക്ക് ലോങ് റൺ കിട്ടിയില്ല. അതിനോടുകൂടി ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത് മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങി, അതുപോലെ അതിനു മുന്നേ ഒടിയനൊക്കെ ഇറങ്ങി. പക്ഷെ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഷോ എന്നുള്ളത് ഫാൻസുകാരായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ആ ഒരു ഫാൻസ് വന്നിട്ട് ഇതൊരു മോശം അഭിപ്രായമായിട്ട് പറയുകയാണെങ്കിൽ പിന്നീട് ആ ഒരു സിനിമയെ അത് ബാധിക്കുന്നുണ്ട്, അതിൻ്റെ ലോങ് റണ്ണിങ്ങിനെ. അതുമാത്രമല്ല, ആ ഒരു ഫാൻസ് നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ആദ്യത്തെ ആ ഒരു പ്രേക്ഷകർ, ആദ്യ ഷോ കണ്ട് കഴിഞ്ഞിറങ്ങിയവർ നല്ലതാണെന്ന് പറയുമ്പോൾ അത് ക്ലിക്ക് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുലിമുരുകനൊക്കെ, ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. പക്ഷേ പുലിമുരുകൻ എന്ന് പറയുമ്പോൾ ആദ്യ ഷോ കഴിഞ്ഞൊരു ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവർക്ക് മാസ സിനിമയായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നല്ലൊരു ലോങ് റണ്ണ് കിട്ടി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡയറക്ടറാണ്. നിങ്ങളുടെ സിനിമ റിലീസാകുന്നത് യൂട്യൂബിലാണ്, മറ്റേത് തിയേറ്ററിലാണ്. ഇത് റിലീസാകുന്നത് യൂട്യൂബിലാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ അത് നമ്മളെ സിനിമയാണെന്ന് സങ്കല്പിക്കുക, നമ്മളത് യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നു. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്താണ്? ഈ ഒരു നമ്മുടെ വീഡിയോ ആദ്യം കുറച്ച് പേരെ കാണിച്ചു കൊടുക്കും. ആ കാണിച്ചു കൊടുത്തവർ ഇതിന് പോസിറ്റീവ് റെസ്പോണ്ട് ആണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് ഇത് എത്തിച്ചു കൊടുക്കും. അതല്ല, നെഗറ്റീവാണ്, ഒരു താല്പര്യം കാണിക്കുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു വീഡിയോ യൂട്യൂബ് അവിടെ ഡൗൺ ചെയ്യും. അവിടെ യൂട്യൂബ് മറ്റൊന്നും നോക്കുന്നില്ല, നിങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലേ, സാധാരണക്കാരനാണോ എന്നുള്ള രീതിയിലൊന്നും നോക്കുന്നില്ല. യൂട്യൂബ് ആദ്യം അയച്ചു കൊടുക്കുന്ന ഒരു സാമ്പിളിംഗ് ഉണ്ട്. ആ കുറച്ച് പേർക്ക് യൂട്യൂബ് അയച്ചു കൊടുത്തതിൽ അവരെങ്ങനെ ഈ ഒരു വീഡിയോയുടെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നമ്മുടെ ആ ഒരു ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സിന് ഇതുപോലെ ക്യാഷ് കൊടുത്ത് വാങ്ങി, അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന്, ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള, എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ കുറച്ച് എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് നിങ്ങൾ കൊണ്ട് ഓർഗാനിക് സബ് തന്നെ വീഡിയോ കണ്ട് സബ് ചെയ്യിപ്പിച്ചാൽ പോലും അവർ
ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് സബ് ചെയ്തത്. അപ്പോൾ അവരൊരിക്കലും നിങ്ങളുടെ വീഡിയോ പോസിറ്റീവായിട്ട് കാണുന്നതല്ല. പക്ഷേ ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ നിങ്ങളുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കമൻ്റൊക്കെ ചെയ്ത് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, മോണിറ്റൈസേഷനൊക്കെ ആയി. പക്ഷെ നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങളൊരു പുതിയ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോ ഇവരിലേക്കൊക്കെയാണ് എത്തുന്നത് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഏത് രീതിയിലായിരിക്കും ആ ഒരു വീഡിയോയോട് റിയാക്ട് ചെയ്യുന്നുണ്ടാവുക? അവർ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് നിങ്ങളെ വീഡിയോ കാണുമോ? ഒരിക്കലും ഇല്ല. കാരണം ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ തീരെ കാണില്ല. 100% ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം ഒരു ക്രിയേറ്ററിന് അറിയാം, ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്രിയേറ്റർക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളത്. അവർക്ക് പരസ്യം വരുമെന്നറിയാം, വരുമാനം ലഭിക്കും, വാച്ച് ടൈം ലഭിക്കും. ചിലപ്പോൾ ഇവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഈഗോ ചിലപ്പം വർക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട വ്യൂസ് അല്ലെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും അവിടെ എൻ്റെ സഹായം അവിടെ നിങ്ങൾക്ക് ഉപദ്രവമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യ ഷോയിൽ ഫാൻസ് കൈയൊഴിഞ്ഞ പോലെ നിങ്ങളുടെ ചാനലിലെ ആദ്യത്തെ ആ ഒരു ഇംപ്രഷൻ അയച്ചവരൊക്കെ നിങ്ങളുടെ വീഡിയോ കൈയൊഴിയുമ്പോൾ യൂട്യൂബ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, ഡൗൺ ചെയ്യും. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീഡിയോ ആർക്കെങ്കിലും ഇംപ്രഷൻ അയച്ചു കഴിഞ്ഞാൽ അവരത് കാണണം. കാരണം താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പോസിറ്റീവ് റെസ്പോണ്ട് ഇല്ലാത്ത വീഡിയോ യൂട്യൂബ് ഒരിക്കലും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാവല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് അവർക്ക് വ്യൂവേഴ്സാണ്. വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീഡിയോ സെർച്ചിങ്ങിൽ വരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, റെക്കമെൻഡിൽ വരുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു വീഡിയോ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അതിന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് സെക്കൻഡുകൾക്കുള്ളിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആ രീതിയിലാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വ്യൂവേഴ്സൊക്കെ മോശം അഭിപ്രായം അല്ലെങ്കിൽ മോശമായിട്ടുള്ള റിയാക്ഷനാണ് കൊടുത്തത് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു സിനിമയ്ക്ക് സംഭവിച്ച ആദ്യ ഷോയിലെ പ്രതികരണം പോലെ തന്നെ ഇവിടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ, ആദ്യത്തെ ഇംപ്രഷൻ പോയവർ നിങ്ങളുടെ വീഡിയോക്ക് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറവാണ്. പിന്നെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്ത് അത്രയും പൊട്ടൻഷ്യലുള്ള കണ്ടൻ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്ത് വരാൻ കഴിയും. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന കാഴ്ച ഇതായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കിത് നേരെ തിരിച്ചും പറയാം. നമ്മുടെ ഒരു വീഡിയോ അത്ര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല, പക്ഷേ ഒരു പ്രത്യേക ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതി, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ആണ് എങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ചിലപ്പോൾ ആ ഒരു വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടും. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ പല വ്ളോഗേഴ്സുകൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ റീൽസ് കാണുമ്പോഴും അതിനൊക്കെ താഴെ ഒരു മോശം വീഡിയോ ആണ് അല്ലെങ്കിൽ ഇത് വിചാരിച്ചത്ര വന്നില്ല എന്നൊക്കെ കമൻറ്റ് കാണുമെങ്കിലും ആ ഒരു വീഡിയോക്ക് നല്ല വ്യൂസ് വന്നിട്ടുണ്ടായിരിക്കും. കാരണം എന്താണ്? അവരിഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഇതേപോലെ സിനിമയുടെ കേസിലും സംഭവിക്കാറുണ്ട്. ഫാൻസിന് ഇഷ്ടപ്പെട്ടൊരു മൂവി അവർ ആദ്യത്തെ ഷോ കഴിഞ്ഞ് നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ നല്ല പടമാണെന്ന് കരുതിയിട്ട് ഫാമിലിയൊക്കെ കയറി കാണാറുണ്ട്. അങ്ങനെ അതാണ്ട് ക്ലിക്കാവും. പക്ഷെ കണ്ട് കഴിഞ്ഞ് ഇറങ്ങുന്നവരൊക്കെ ചിലപ്പോൾ ഇതെന്ത് പടമാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു പൊതുവായിട്ട് എല്ലാവരും നല്ലത് എന്ന് പറയുമ്പോൾ നമ്മളും കയറി കണ്ടു നോക്കും. അപ്പം അതേപോലെ നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളിഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസ് ആണ് എങ്കിൽ നിങ്ങൾ അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടന്റ് അല്ലെങ്കിൽ ആവറേജ് ആണെങ്കിൽ പോലും അവരത് ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് അത് റെക്കമെൻഡ് ചെയ്യും. ചില വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ, കുക്കിംഗ് ആയാലും അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കണ്ടന്റ് ആയാലും ഞാൻ ചെയ്യുന്നതിനേക്കാളും മോശം കണ്ടന്റ് ആണല്ലോ ഇത്, പക്ഷേ ഇത് എനിക്ക് റെക്കമെൻഡ് ആയിട്ട് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് റെക്കമെൻഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അവിടെയൊക്കെ ഈ ഒരു അൽഗോരിതമാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആ ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല ഒരു പുള്ളിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങളുടെ വീഡിയോ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പെയ്ഡായിട്ടും അതുപോലെ സബ് ഫോർ ഇങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ഒരു അൽഗോരിതം വർക്ക് ചെയ്യാനുള്ള സാധ്യത അവിടെ തടസ്സമാവുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ക്ലിക്ക് ആവുന്നതാണ്. അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ചോദിക്കും, അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ന്യൂ യൂട്യൂബേഴ്സാണ്, നിങ്ങളുടെ ഒരു സ്കില്ല് കണ്ടെത്തി ഏതിലാണ് നിങ്ങൾക്ക് ഓഡിയൻസിന് നല്ല രീതിയിൽ ഒരു വീഡിയോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുക അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ കഴിയുക എന്നുള്ള വിഷയം കണ്ടെത്തി അതിൽ കണ്ടിന്യൂസ് വീഡിയോ ഇടുക. ഒരു കുറച്ച് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ നിരാശരാകാതെ ഒരു 35 മുതൽ 40 സെയിം നിച്ചിയിൽ നിങ്ങൾ ചെയ്യുക. ഒരു മെയിൻ
തീം ഒന്ന് സെലക്ട് ചെയ്ത് ഒരു സബ്ജക്റ്റ് ഒരു കാറ്റഗറി തിരഞ്ഞെടുത്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 40ൻ്റെ അടുത്ത് വീഡിയോ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ക്ലിക്ക് ആവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ 4000 ഹവറും അതുപോലെ 1000 സബും ക്യാഷ് വാങ്ങിച്ചിട്ട് പോലും ചെയ്ത് കൊടുക്കാത്തത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളത് ഞാൻ ഹെൽപ്പല്ല, നിങ്ങൾക്ക് ഉപദ്രവമായിട്ട് മാറരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.